ഹലോ. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് പോന്നു. എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. ഇവിടെ മസ്കറ്റിൽ ഒരു സ്ട്രോബെറി ഗാർഡൻ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം നോമ്പ് ടൈമല്ലേ, നോമ്പ് ടൈമാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കുന്ന ഒരു 3:30, കറക്റ്റ് 3:30 അപ്പം 5 മണി വരെ ഉള്ളെന്നാ പറയുന്നത്. എൻ്റെ അവരുടെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ 5 മണി വരെ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് പോയി കാണാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും പോവുക, സ്ട്രോബെറി കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തും. അപ്പൊ കൂടെ കുടിക്കും. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കളറുള്ള എന്തോ ഒരു സാധനല്ലേ, നോക്കാം. നല്ല സ്ട്രോബെറി എവിടെ വിൽക്കുന്നുണ്ടല്ലോ ഒമാൻ സ്ട്രോബെറീസ്. ബർക്ക സിഗ്നലിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി ഗാർഡനിൽ എത്തിച്ചേരാം. ലെഫ്റ്റ് എടുത്ത് ഒരു അധിക ദൂരമില്ല, ഒരു 10 മിനിറ്റോളമേ ഉള്ളൂ. നക്കൽ റോഡിലോട്ട് വന്നാൽ മതി. ആ റോഡിൽ കഴിയുമ്പോൾ മലയാളികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് സ്ട്രോബെറി ഗാർഡൻ. അങ്ങനെ പവനായി ശവമായില്ല, ഞങ്ങള് സ്ട്രോബെറി ഗാർഡനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓപ്പൺ ആണോ എന്നറിയത്തില്ല. സംഭവം ഡെസ്റ്റിനേഷൻ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൂഗിൾ ആയിട്ട്. നോക്കാം. സ്ട്രോബെറി ഒക്കെ പിക്ക് ചെയ്യാം കേട്ടോ. റെഡ് സ്ട്രോബെറീസ് ഓൺലി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, എനിക്ക് തോന്നുന്നത്. ഇതാണ് അതിന്റെ എൻട്രി ഫീ കൗണ്ടർ. How much it is? 500 plus one. Only one person. Only 1 real. 1 real. Yeah. Visa or cash? Visa. എല്ലാം തപ്പേര് എന്റെ വിസ ഫോണിൽ ആണോ? ഓക്കെ, എന്നാ തരാം. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നല്ല ഭംഗിയുണ്ട്, നല്ല സെറ്റപ്പ് ചെയ്ത്. അവിടെ തത്തമ്മയുണ്ട്. പുതിയ സെറ്റപ്പാണ്. ഒരു പാർക്കും ഒക്കെ ഉണ്ടല്ലേ? പാർക്ക് പിള്ളേർക്ക് പുതിയതായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വരുവാ കേട്ടോ, വളരെ നീറ്റായിട്ട്. അതിനിടയ്ക്ക് പൂച്ചയെ പിടിച്ചു. ഇവിടുന്ന് കയറി കഴിഞ്ഞാല് അവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, പിള്ളേർക്കൊക്കെ കളിക്കാൻ, കുട്ടികളായിട്ട് വരുന്നവർക്കൊക്കെ അല്ലേ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോവാം. വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം അല്ല, എന്തേലും പറഞ്ഞ ഫൗണ്ടൻ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനാടേന്ന് തോന്നുന്നു, റിസോർട്ട് പോലെ. കൊള്ളാം. ഇവിടുത്തെ ഒരു 500 പൈസ ഉള്ളു കേട്ടോ എൻട്രി ഫീ. പക്ഷെ കുഴപ്പമില്ല. നീ തുറന്നു നോക്കിക്കേ. അതിനകത്ത് ഈ ഒമാനികൾ താഴെ ഇരുന്നുള്ള മജ്‌ലിസ് പോലെ സോഫയൊക്കെ ഇട്ടിട്ട് നടുക്ക് കാവയൊക്കെ വെക്കാനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് നോമ്പ് തുറക്കാനൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ ചെന്ന് കീ മേടിക്കണം. അതൊന്നും ഇപ്പൊ തുറന്നിട്ടില്ല, നോമ്പായിരുന്നു. അടപ്പുണ്ട്, തുറന്നു. കണ്ട അവര് ചീത്ത വിളിക്കുന്നതിന് മുമ്പ് അടച്ചോ. അകം കണ്ട ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കവയൊക്കെ ഡേറ്റ്സ് ഒക്കെ കഴിച്ചു പോവാം. ഇപ്പൊ ഒന്നും വെച്ചിട്ടില്ല, റമദാൻ ആയതുകൊണ്ട്. ഇവിടെ ഇനിയിപ്പോ താമസിക്കാനുള്ളത് കിട്ടും. സ്ട്രോബെറിക്ക് എന്താ ഒരു ഫാഷൻ കൂടി സ്ട്രോബെറി ആയി പോയി. അങ്ങനെ വാട്ടർ ഫൗണ്ടൻ. തത്തമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ കേറിയിട്ട് വരാം. അത് നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ അവിടുന്ന് ഒരു പേസ്പോർട്ട് കവറും അവിടുന്ന് കൊടുക്കുന്നതാണേ. ഒരു കവറും കൊടുക്കും, പിന്നെ എന്തോ ഒരു സിസറുണ്ട് അല്ലേ, ഒരു സിസേഴ്സും കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് 1 കിലോ സ്ട്രോബെറിക്ക് 6 റിയാൽ വെച്ച് വാങ്ങിക്കാം. നമുക്ക് എത്ര വേണേലും പറിക്കാം. അങ്ങ് അറ്റത്ത് നിന്നിട്ട് ലെഫ്റ്റോ റൈറ്റോ അങ്ങോട്ട് പോകണം അല്ലേ? ഇവിടുന്ന് കയറാങ്ങ്. അങ്ങനെ കയറിക്കൂടുന്ന മക്കളെ സ്ട്രോബെറി അതല്ല, അത് ലോക്ക് ചെയ്തേക്കാണ്. ആരെങ്കിലും വിശ്വസിക്കും ഒമാനിൽ ഇത്രയും സ്ട്രോബെറി അല്ലേ? ബോക്സ് നേരെ പിടിച്ചിട്ട് കട്ട് ചെയ്യടേ. അങ്ങനെയല്ല ജീവിതത്തിൽ സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി പഴുത്ത് രാജ്യങ്ങളിൽ UK അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും കണ്ടാൽ ഒന്നും ആകത്തില്ല അല്ലേ? അവർക്കൊക്കെ ഇത് സ്ഥിരം. അവിടെ കാണിക്കണ്ടേ, നമ്മളെ സാധാരണക്കാർക്ക് കണ്ട. ഒമാനിലൊരു അതിശയമല്ലേ, ദാണ്ടേ നല്ലോണം പഴുത്തത്. കൂടിയ കൺട്രിയിൽ നമ്മൾ വന്നിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത്രയൊന്നും വേണ്ടല്ലേ. നമ്മുടെ വെള്ളം പോകാനേ നാട്ടിലൊക്കെ വെള്ളം പോകാൻ പാത്തി വെക്കത്തില്ലേ അല്ലേ? അത്രേ ഉള്ളൊരു സാധനം. എന്താ മേള ഇരിക്കുന്ന കൂടെ കട്ടി. അങ്ങനെ കൊറേ സ്ട്രോബെറി പഠിച്ചിട്ടുണ്ട്. സ്ട്രോബെറിയാണ് മക്കളെ, സ്ട്രോബെറി പോലെ അടിപൊളി സാധനം കേട്ടോ. കഴിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഫാസ്റ്റിംഗ് അല്ലേ, 6 മണിക്ക് ശേഷം കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് വയറ് നിറച്ചോണ്ട് പോയേനെ. ഞങ്ങൾക്കും ഫാസ്റ്റിംഗ് ആണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെ നമ്മള് സ്ട്രോബെറി ഫാം ഉണ്ടാക്കാൻ? കുറെ ഏരിയ ഉണ്ട്, തോനെ ഏരിയ ഉണ്ട്. അത്യാവശ്യം ചെറിയ തിരക്കുണ്ട്. പക്ഷെ നല്ല സ്ട്രോബെറി ആട്ടോ. ഇടയ്ക്ക് ഇത് ദീപ ഒന്ന് ജസ്റ്റ് അതിന്റെ നുള്ളിയൊക്കെ ഒന്ന് കഴിച്ചു. അല്ലല്ല, മണം നോക്കി. നല്ല സ്ട്രോബെറി, മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഫ്രഷ് പറിച്ച് അങ്ങനെ തിന്നാം. പക്ഷെ ഫാസ്റ്റിംഗ് നോമ്പായോണ്ട് കഴിക്കുന്നില്ല. ഇതിങ്ങനെ അങ്ങേ അറ്റം വരെ കിടക്കുക. അതുപോലെ അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് പക്ഷെ അവര് ഇപ്പൊ അത് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ എല്ലാം നല്ലവണ്ണം റെഡിയായി കിടക്കുക. എന്തുമാത്രം പഴുത്തിരിക്കുന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് ഉഗ്രനായിട്ട് പഴുത്തിരിക്കുക. ഈ ഒരു സാധനം ഇതിനെ ഇവിടുന്ന് ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇച്ചിരി വേണ്ടേ. വേണ്ടോ ഫ്രഷ് ഇത് തൈ കെട്ടിരുന്നേ കൊണ്ട് വെക്കാറുതല്ലേ വിനോദേട്ടാ? ഇതല്ലേ കാണ്ടേ അടിയിൽ കൂടെ കാണിച്ചേ. എന്തുവാ? ഒരു സെൽഫി കടന്നു വരൂ. ഞാൻ ഇവിടെ കാണാൻ താമസമാവുക. സ്ട്രോബെറി എന്നാ ചുമത്ത് തുടുന്ന് വെളുക്കൂടെ? അതെ, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ചുമന്ന് തുടുത്ത് വെളുത്ത് എവിടെയോ ഉണ്ട്. ഇവിടെ ഒരു തേനീച്ചക്കൂട് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കണ്ടോ തേനീച്ച കയറുന്ന? അതായത് സ്ട്രോബെറി ഹണി ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ അടുത്ത യൂണിറ്റ് അവർ സജ്ജമാക്കി വരുന്നുണ്ട്. നമ്മളത് കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ട് തൂക്കുന്ന അപ്പുറത്തുണ്ട്. ഇടയിൽ കൂടെ കണ്ടു. എവിടാ തൂക്കുന്നത്? ഇവിടാണത്. വെയിറ്റ് എടുക്കും. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കുറച്ചേ പറിച്ചിട്ടുള്ളൂ നമ്മള്. ഇത്രയേ ഉള്ളൂ. വളരെ അവർക്കും ഇറങ്ങാൻ 5:30 വരെ അങ്ങനത്തെ 5:30 വരെ ഉള്ളു അവർക്ക് ടൈം. അവരും നമ്മളും ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. ഇങ്ങനെ ഇറങ്ങാം ഇപ്പൊ. അവിടെ നിന്ന് ഇറങ്ങി
അടുത്ത സെറ്റായിട്ട് അത്തിപ്പഴം, ഫിഗ് എന്ന് പറയുന്ന സാധനം, മാങ്ങ, നാരങ്ങ, പിന്നെ പേരയ്ക്ക, ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുക. സെക്ഷൻ റെഡിയായി വരുവാണ്. നമ്മള് എത്ര വാങ്ങി? നമ്മള് മേടിച്ചിട്ടുണ്ട് 1/2 കിലോ അല്ലേ? 1/2 കിലോ ആണോന്ന് അറിയത്തില്ല. 3 റിയാലായി. 3 റിയാലിന് 1/2 കിലോ ശരിയാ. 1 കിലോ 6 റിയാലെന്നാകും. പക്ഷെ അത്രയും പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയോണ്ടായിരിക്കും. ഫ്രഷ് ആയോണ്ടായിരിക്കില്ലേ? വിസിറ്റേഴ്സിന് കാണാനായിട്ട് തത്തമ്മയുടെ ശേഖരം, തത്തമ്മ ശേഖരം. ഇതിനകത്ത് ആരും ഇല്ലേ? എന്തുവാടി ഇത്? മയില് ഈ ക്ലൈമറ്റ് ജീവിക്കുവോ? ഇതെന്താ ഇവിടെ നല്ല സുഖമായിട്ടല്ലേ? സ്ട്രോബെറിയുടെ ജാമുണ്ട്. ജാം ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള 2 മണിക്കൂറൊക്കെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും സ്ട്രോബെറി മിൽക്ക് വേണമെങ്കിൽ കുടിക്കുക, അല്ല സ്ട്രോബെറി ജാം മേടിക്കുക, സ്ട്രോബെറി ഫ്രഷ് ജ്യൂസ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. നീ പോന്നേച്ചാ മതി. പോരെ, ക്ഷീണം പിടിച്ചു വിശന്നിരിക്കുക. അപ്പൊ ശരി, നല്ലൊരു സ്ഥലം. അപ്പൊ വീണ്ടും അടുത്ത ഫ്രീ ആയിട്ട് അതുവരേക്കും.